കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗംഗാപ്രസാദ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഓ, ആ വേലു നാട്ടിലേക്ക് പോയേക്കുവാണ് തേൽ വിൽക്കാനായിട്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പണിയാകും തനിക്ക്. കാരണം വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞ് തന്റെ ഫോട്ടോ അവിടെയൊക്കെ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവൻ കണ്ട പ്രശ്നവും. എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? ആകപ്പാടെ ഗംഗാപ്രസാദിന് സമനിലയിട്ടുന്ന പോലെ തോന്നി. അവൻ വന്നു കഴിഞ്ഞാൽ ഇനിയൊരു സമാധാനം ആവുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു ഗംഗാപ്രസാദിന്റെ മനസ്സിൽ. ഇതേ സമയം കല്യാണി കുറച്ച് സാരി അവന് ആഭരണങ്ങളൊക്കെ ആയിട്ട് കാർത്തികനെ കാണാനായിട്ട് വന്നു. പിന്നീട് കാർത്തികൻ ഇതൊക്കെ കാണിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. അതെ, എനിക്ക് എന്താണെങ്കിലും ഇതെല്ലാം ഇഷ്ടപ്പെടും. അതിന് ചേച്ചി തുറന്നു നോക്കിയില്ലല്ലോ. തുറന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സെലക്ട് ചെയ്ത ആള് നീയല്ലേ? പോരാത്തതിന് നിന്നോടൊപ്പം നയനയും ചേർന്ന് കാണുമല്ലോ. രണ്ട് ഡിസൈനുമാറും കൂടെ കൂടിയിട്ട് അടിപൊളിയായിട്ടായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പം എല്ലാം നല്ല കളറൊക്കെയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞാൽ എന്തേലും മാറ്റമുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് ശരിയാ, നല്ല ഭംഗിയുണ്ട് എല്ലാ സാരികളും കാണാനായിട്ട്. ആ സമയം കല്യാണി പറഞ്ഞു, അതെ, കാർത്തിയേച്ചിക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. എന്തിന്? അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എടുത്തോണ്ട് വരുന്ന എല്ലാ സാധനങ്ങളും എനിക്കിഷ്ടപ്പെടും. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇനിയിപ്പം കല്യാണവും അടുത്ത് വരുമല്ലേ? കാർത്തിക പറഞ്ഞു, അത് ഓർക്കുമ്പോഴേ എനിക്കൊരു ടെൻഷൻ. ചേച്ചി എന്തിനു ടെൻഷൻ അടിക്കണേ? ചേച്ചി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാർത്തിക പറഞ്ഞു, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ ഞാൻ കല്യാണം കഴിക്കുന്നത്. എനിക്കാണിപ്പോൾ കല്യാണം വേണമെന്ന് പോലും ഇല്ലായിരുന്നു. ലക്ഷ്മി പറഞ്ഞു, ഇവളിതൊക്കെ പറയുന്നുണ്ട്, പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പം ദിലീപുമായിട്ട് വെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു കുടുംബജീവൻ നയിക്കണം എന്ന് ഇവൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. കാർത്തി പറഞ്ഞു, അത് പിന്നെ ദിലീപേട്ടൻ എന്തും തന്നെ വിളിക്കും. ലക്ഷ്മി പറഞ്ഞു, അതെ, ആ മോൻ വിളിക്കുന്ന ഒരു ആശ്വാസം തന്നെയാ. എന്നും വിളിച്ച് ഇവൾക്ക് ആത്മവിശ്വാസമൊക്കെ നൽകും, നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും കല്യാണി പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ കാർത്തിയേച്ചി? അതെ, അങ്ങനെ വിളിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നത്. എനിക്കിപ്പം ദിലീപേട്ടനോട് കുറച്ചുകൂടി ഇഷ്ടം കൂടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ദിലീപേട്ടൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയായിരുന്നു. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ വെച്ചു, എന്ത് ബുദ്ധിമുട്ട്? അല്ല, ഈ കല്യാണം വേണ്ടെന്നോ മറ്റോ? അങ്ങനെയൊന്നും ഇല്ല, അവരങ്ങനെയുള്ള സ്ത്രീയൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ അമ്മയോട് ആരാ പറഞ്ഞേ? കാരണം ദിലീപേട്ടൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇടഞ്ഞു നിൽക്കുവാന്ന്. അപ്പോഴേ നമുക്കറിയാലോ കാര്യം എന്താന്ന്. പിന്നെ ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. ഇനിയിപ്പൊ ഗംഗാപ്രസാദ് മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്കെല്ലാം സമാധാനമായി, ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ കല്യാണി, നിനക്കറിയാലോ, നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവന്റെ സ്വപ്നം കാണാറുണ്ട്, അവൻ മരിച്ചിട്ടില്ല എന്നൊക്കെ. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അതമ്മ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് പറഞ്ഞ. പക്ഷേങ്കില് കിരണേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു അവൻ മരിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ചില സമയത്തൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞു, അവന്റെ ബോഡി കിട്ടിയിട്ടില്ലോ, അതുകൊണ്ടാണ് എനിക്കൊരു വിശ്വാസക്കുറവ്. അവനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ. ഞാൻ അവന്റെ അച്ഛനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവന് 7-8 വയസ്സോ പ്രായമുള്ളൂ. അന്നു മുതൽ അവൻ പ്രശ്നക്കാരനാ. ഒരു 10-12 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ ജുവനൽ ഹോമിൽ കയറി. പക്ഷേ എങ്കിൽ അവന്റെ അച്ഛന് അവനെ ഇറക്കാനായിട്ട് ഒരു ചെറു വെല്ലുവനും അനക്കില്ല. കാരണം അവനെ കൊണ്ടുള്ള ശല്യം സഹിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവന് ജുവനൽ ഹോമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10-15 വയസ്സുള്ള സമയത്ത് അവന്റെ അച്ഛനെ തന്നെ കുത്താനായിട്ട് കത്തിയെടുത്തു. ആ സമയം കാർത്തി പറഞ്ഞ്, കത്തിയെടുക്കുക മാത്രമല്ലോ ചെയ്ത്, കുത്തിയതല്ലേ? അതെ, കുത്തുകയും ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞ് ഇവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട കുട്ടിയല്ലേ, വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചേ. പക്ഷേങ്കില് ഇപ്പൊ അതിന്റെയൊക്കെ വേദനയും വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താന്ന്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കല്യാണിക്ക് ഭയങ്കര ടെൻഷനായി. കല്യാണി പറഞ്ഞു, വേണ്ട, ഇനിയിപ്പൊ ആ സംസാരം വേണ്ട, സംസാരം നിർത്തിയേക്ക്. അവനെ കുറിച്ച് പറഞ്ഞ് കേൾക്കുന്ന പോലും എനിക്ക് ആകെപ്പാടെ ദേഷ്യം. തലയ്ക്കകത്തൊക്കെ ഒരു വല്ലാത്തൊരു വെപ്രാളവാ, ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. അവനെ പോലെ ഒരു ദുഷ്ടൻ, എന്നാലും അവൻ ഈ കൊടുംചതിയൊക്കെ എങ്ങനെ ചെയ്യാൻ ഇങ്ങനെ തോന്നുന്നു? എന്റെ അമ്മയെ അവൻ തീർത്തു. ഇനി എങ്ങാനും അവൻ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ കല്യാണി പറഞ്ഞു. ആ സമയം കാർത്തി പറഞ്ഞു, കല്യാണി നീ വിഷമിക്കൊന്നും വേണ്ട, കിരൺ പറഞ്ഞല്ലേ അവന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. അങ്ങനെ വിശ്വസിക്കാനാ ഞങ്ങൾക്കും ഇഷ്ടം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ള മനസ്സമാധാനം കൂടെ പോകുന്നു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പന്റെ ഭാര്യയെ സംസാരിച്ചോണ്ടിരിക്കണം. അപ്പോഴാണ് തേനൊക്കെ കൊടുക്കാൻ നാട്ടിലേക്ക് പോയ വേലു തിരികെ വരുന്നത്. അപ്പൊ വേലു വന്നു നിറഞ്ഞു കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദ് പെട്ടെന്ന് ഒന്ന് ഞെട്ടി, ദൈവമേ, ഇവന് ഇനി എന്താ ആയിട്ടാണ് വന്നിരിക്കുന്നത്? തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണോ? ഇവന്റെ സംസാരം കേട്ടിട്ട് തന്നെ കാര്യം എന്ന് കരുതിയിട്ട് അകത്തെ മുറിയിലേക്ക് വന്ന് അവന്റെ സംസാരം കേൾക്കാനായിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുവാണ്. അങ്ങനെ വേലുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് മൂപ്പൻ ചോദിച്ചു, ഇതെന്താടാ നീ ഇന്ന് നേരത്തെ വന്നേ? ഇത്ര പെട്ടെന്ന് തേനൊക്കെ വിറ്റ് കഴിച്ചോ? അതൊക്കെ നേരത്തെ എല്ലാം തീർന്നു മാമ. ഇന്ന് 1-2 സാറുമാര് വന്നിട്ടുണ്ടായിരുന്നു. അവര് തേൻ മൊത്തത്തോടെ വാങ്ങിച്ചോണ്ട് പോയി. അത് കൊള്ളാലോ. അല്ലെങ്കിലും മിക്കവാറും കണ്ടോ ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവർ ചിലപ്പോൾ മായം ചേർത്ത് വിൽക്കുമായിരിക്കും. അത് കേട്ടപ്പം വേലു പറഞ്ഞു,
അത് അങ്ങനെ കൊണ്ടേ വിൽക്കാൻ കൊണ്ടുപോയതല്ലാന്ന് തോന്നേ, അത് അവരുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയതാന്ന് തോന്നേ. ആ സമയത്ത് മൂപ്പന്റെ ഭാര്യ പറഞ്ഞു, ദേ നിനക്കറിയാലോടെ വേലു, ഒരു തവണ നമ്മളൊരു കുപ്പി തേൻ വാങ്ങിയതല്ലേ, അത് ഒറിജിനൽ ആണോന്ന് അറിയാൻ വേണ്ടിട്ട് അവിടുന്ന്. അത് തേനായിരുന്നോ അല്ലായിരുന്നോ, ഇവിടുന്ന് നമ്മുടെ കയ്യിൽ നല്ല ഒറിജിനൽ തേൻ മേടിക്കും, എന്നിട്ടോ വിൽക്കാൻ വേണ്ടി ചില ആൾക്കാര് അത് 10 കുപ്പിയാക്കും അതിനകത്ത് മായം ചേർത്തിട്ട്. അത് കേട്ടത് മൂപ്പൻ പറഞ്ഞു, അത് ശരിയാ, വാങ്ങിച്ച് മായം ചേർത്തോട്ടെ, പക്ഷെ അതിനൊക്കെ ഒരു പരിധി വേണ്ടേ, എന്നിട്ടോ 10 ഇരട്ടി ലാഭം അവർ കൊയ്യുകയും ചെയ്യും. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ വേലു പറഞ്ഞു, അത് ശരിയാ മാമ, പക്ഷെ നമ്മൾ നല്ല തേൻ കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ അത് തീർന്നു പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് വേലു അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് മൂപ്പന്റെ ഭാര്യ ചോദിച്ചു, എടാ ഇന്ന് നീ കള്ളി ഷാപ്പിൽ കയറിയോ തേനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം. ഞാൻ ഷാപ്പിലൊന്നും കയറില്ല, മുത്തപ്പന് കാഴ്ച വെക്കാൻ ഒരു ഇറ്റ് കള്ള് പോലും ഞാൻ വാങ്ങിയതുമില്ല. മൂപ്പൻ പറഞ്ഞു, ആ അങ്ങനെ വേണം, നിന്റെ പെണ്ണിനൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഓ അവൾക്കോ, അല്ലെങ്കിൽ അവൾക്ക് എന്നെ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, പഴയതുപോലെ ഒന്നും അല്ല, അവൾക്ക് ഞാൻ കള്ളു കുടിച്ചാലും ഇല്ലെങ്കിലും എന്നോട് താല്പര്യമൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് വേലു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഗംഗാപ്രസാദ് പെട്ടെന്ന് അവിടെ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇരിക്കുകയാണ്. ആ സമയം വേലി എന്നിട്ട് ചോദിച്ചു, ഓ നീ ഇവിടെ ഒന്ന് പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നോ, ഞങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. ഗംഗാപ്രസാദ് കൈ കൊണ്ട് കാണിച്ചു, ഞാൻ അത്രക്കാരനല്ലെന്ന്. വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, നിന്നെക്കുറിച്ച് എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സാരമില്ല, അതെല്ലാം ഞാൻ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുക, എപ്പോഴാ ഏത് സമയത്ത് ഞാൻ പൊട്ടിത്തെറിക്കുന്നത് പറയാൻ പറ്റില്ല. അതും പറഞ്ഞിട്ട് പിന്നെ ഗംഗാപ്രസാദിനെ നോക്കിയിട്ട് വേലു അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം മുറിയില് അമലു മുടിയൊക്കെ ചെയ്യും മിനുക്കുവാണ്. അപ്പോഴേക്കും വേലു അങ്ങോട്ട് ചെന്നു, ആ നീ എന്താണ് കുളിച്ചൊരുങ്ങി നിൽക്കുമല്ലേ, ഈ സമയത്ത് തന്നെ തരാന്ന് പറയണ. അങ്ങനെ കയ്യിൽ നിന്നൊരു കവറങ്ങൾ നീക്കി, ഇതെന്താ നിനക്ക് വേണ്ടിയിട്ട് ഞാനേ മാലയും വളയും കമ്മലും ഒക്കെ വാങ്ങിയതാന്ന് പറയണ. ആ സമയത്ത് അമലു ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. പിന്നീട് അതങ്ങോട്ട് വാങ്ങി തുറന്നു നോക്കി, കുറച്ച് കുപ്പിവള മാല കമ്മലൊക്കെ ആയിരുന്നു. ഒറ്റ ഏറായിരുന്നു ആ നിലത്തേക്ക്. കുപ്പികളെല്ലാം കൂടെ പൊട്ടിച്ചത്. വേലിച്ചു, നീ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാ വേലിച്ചേട്ടൻ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നേ? അല്ല നീ എന്തൊക്കെയാ അമല് പറയണേ, നിനക്ക് ഞാൻ വാങ്ങിത്തരുന്നല്ലായിരുന്നോ? വാങ്ങിത്തരുന്നായിരുന്നു മുമ്പ്, പക്ഷെ എനിക്കത് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. വേലിച്ചേട്ടന് എന്നെ സംശയം, എപ്പം നോക്കിയാലും സംശയം. വേലിച്ചേട്ടൻ കാരണം ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ പോലും തല ഉയർത്തി പിടിച്ചിരിക്കാൻ പറ്റാത്ത ഗതികേടാ എനിക്ക്. ആ വിനായകനെ എന്നെ വെച്ച് സംശയിക്കുമല്ലേ, അങ്ങനെ സംശയിക്കുന്ന ഒരാൾ കൊണ്ട് തരുന്ന സാധനങ്ങളൊന്നും എനിക്ക് വേണ്ടാന്ന് പറയണം. വേലി പറഞ്ഞു, അതിന് നീ അത് എറിഞ്ഞു പൊട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാ പൊട്ടിച്ചേ, ഇനി മേലെ വാങ്ങിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ടിട്ട് പാവം വേലു അവന് ഭയങ്കര സങ്കടമായി. അവൻ പറഞ്ഞു, നീ ചെയ്തതിനൊക്കെ ഉണ്ടല്ലോ മലദൈവങ്ങൾ നിന്നോട് ചോദിച്ചോളൂ എന്ന് പറയണം, നിനക്കുള്ള ശിക്ഷ കിട്ടിക്കോളൂ എന്ന് പറയാം. അതാ എനിക്കും പറയാനുള്ളേ. വേലിച്ചേട്ടൻ എന്നുള്ള ശിക്ഷ കിട്ടിയിരിക്കും. വേലിച്ചേട്ടൻ എന്നെ സംശയിച്ചില്ലേ, പഴയതുപോലെ ഒരു അടുപ്പവും കാര്യങ്ങളൊന്നും വേലിച്ചേട്ടൻ എന്നോട് കാണിക്കുന്നില്ല, എപ്പം നോക്കിയാലും സംശയം മാത്രമേ ഉള്ളൂ. എന്നെ വിനായകേട്ടനെ വെച്ച് ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടുമല്ലേ എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുന്നിൽ. വിനായകൻ ചേട്ടൻ, അപ്പം ഞാൻ ആരടി നിനക്ക്? അത് കേട്ടതും അമല് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ആരുമല്ലേ ഇപ്പം, പറഞ്ഞു മനസ്സിലായല്ലോ. പിന്നെ ഒരു കാര്യം, ഇതേ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഈ കുപ്പികളുടെ ചില്ലൊക്കെ പെറുക്കൊണ്ട് പോയിക്കോണം, അതൊക്കെ ആരുടെയും കാലെ കുത്തിക്കിരട്ടണം മുറിയും. അതും പറഞ്ഞ് അമല് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേനും വേലി പറഞ്ഞു, വേണമെങ്കിൽ എനിക്കിന്ന് ടൗണിൽ പോയ സമയത്ത് അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, 1-2 പേര് ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ട് അറിയുമോന്നൊക്കെ ചോദിച്ചു, ഞാനില്ലാന്നാ പറഞ്ഞേ. ആ സമയത്ത് അവള് പറഞ്ഞു, അങ്ങനെയെങ്കിലും അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ ഊരിലേക്ക് വരാൻ പോലും പറ്റില്ലായിരുന്നു, നിങ്ങളെ വെറുതെ വെച്ചേക്കില്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ വേലു ഒന്നും മിണ്ടിയില്ല. വേലു ആകെപ്പാടെ സങ്കടമായി. അമലു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് അമലു നേരെ ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അവൻ കൊണ്ടുവന്നിരിക്കുന്നു കുറച്ച് കുപ്പിവെളയും വില കുറഞ്ഞ മാലയൊക്കെ, ആർക്ക് വേണം നടത്തില്ല, ഇന്ന് കാട്ടിൽ തേൻ വിൽക്കാൻ പോയിരിക്കുമല്ലായിരുന്നോ, അതിനുശേഷം കൊണ്ടുവന്ന ഞാൻ അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ഗംഗാപ്രസാദിന്റെ മനസ്സിലൊരു ചിരിയുണ്ടായി. അല്ലെങ്കിലും എനിക്കിപ്പോ അവനെ ഇഷ്ടമില്ല, ആ വേലുവിനെ. അത് കേട്ടുകഴിഞ്ഞപ്പോ വിനായകൻ പറഞ്ഞു, നീ സുന്ദരിയല്ലേ അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ സുന്ദരിയാണ് പോലും. അതെ, എന്റെ സൗന്ദര്യം വിനായകേട്ടൻ മാത്രം ആസ്വദിച്ചാൽ മതി, അല്ലാതെ ആ വേലു അവൻ ആസ്വദിക്കണ്ടെന്ന് പറയണം. എനിക്ക് വിനായകൻ ചേട്ടനെ ഇഷ്ടം, അവൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗംഗാപ്രസാദ് അവളെ ചേർത്ത് പിടിക്കുകയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം താൻ നാട്ടിലേക്ക് പോവും വിനായകൻ ചേട്ടനോടൊപ്പം. പിന്നെ വേലു എന്ത്, അവൻ എതിലെവിടെയെങ്കിലും പോട്ടെ എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ അമലുവിനുണ്ടായിരുന്നേ. അമലുവിനാണെങ്കിൽ പിന്നെ ഗംഗാപ്രസാദ് ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയും ചെയ്തു. ഗംഗാപ്രസാദ് ആരാ എന്താ ഏതാന്നും അമലുവിന് അറിയില്ലല്ലോ. ഇതേ സമയത്ത് പൊട്ടിയ കുപ്പിവളയൊക്കെ കൈ പെറുക്കി വേലു ഇങ്ങനെ അത് നോക്കി കരഞ്ഞോണ്ടിരിക്കുകയാണ്. വേലുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ആ സമയം അമലു ഗംഗാപ്രസാദിന്റെ നെഞ്ചിലേക്ക് വീണ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. ഗംഗാപ്രസാദ് ഒന്നുകൂടെ ചേർത്ത് ഉമ്മയെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അമലു പെട്ടെന്ന് വേണ്ട, ഇനിയിപ്പോ എങ്ങനെ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ പ്രശ്നമാവും,
അതോടുകൂടി എല്ലാവർക്കും നമ്മുടെ മേൽ സംശയങ്ങളാവും. വെറുതെ എന്തിനാ? അല്ല എനിക്ക് പേടിയുണ്ട് വിനായൻ ചേട്ടാ. ഞാനാണെങ്കിൽ ദേ പ്രാർത്ഥിച്ചിട്ട് ഒരു ഇല പറിച്ച് ഇട്ട് നോക്കി. ഞാൻ ഉദ്ദേശിച്ച വശം വരുവാണെങ്കിൽ എന്നെ കൊണ്ട് വിനായൻ ചേട്ടൻ നാട്ടിലേക്ക് പോകുന്ന. പക്ഷെ അങ്ങനെയല്ല വന്നത്. എന്നെ വിവാഹം കഴിക്കില്ല എന്നൊക്കെ വന്നേ. അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. നീ എന്തിനാ വേദനിക്കുന്നേ? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇല്ലാതെ ഞാൻ പോകത്തില്ല എന്ന് പറയണ. എനിക്ക് പേടിയുണ്ട് വിനായൻ ചേട്ടാ. എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. പിന്നല്ലാതെ നീ ഇല്ലാതെ ഞാൻ പോകുമോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിനായകൻ ചേർത്ത് പിടിക്കുവാണ് അവളെ. ആ സമയത്ത് അമ്മുലുവിന് ഭയങ്കര സന്തോഷമായി. ഇത് കേട്ടാൽ മാത്രം മതി എനിക്ക്. എന്നെ കൊണ്ടുപോകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് എന്റെ വിനായകൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷിക്കുകയാണ് അമ്മുലു. പിന്നീട് കല്യാണി കിരൺ മേടിച്ചുകൊണ്ട് തേൻ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അതിനുശേഷം ജാനകിയമ്മയോട് പറഞ്ഞു, ഇന്ന് നോക്കിയേ ജാനകി ചേച്ചി നല്ല രുചിയുണ്ട്, ഇത്ര ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം. അപ്പോഴേക്കും കിരണും ബൈജും കൂടെ അങ്ങോട്ട് വന്നു. ആ ടേസ്റ്റ് ഉണ്ടാവും. അതെ, കാടിറങ്ങി വന്ന വേലുവിന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങളിത് വാങ്ങിയെന്ന് പറയണം. ആ സമയത്ത് കിരണിനോട് കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വാങ്ങാൻ മേലായിരുന്നു. ആ വാങ്ങിയതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിലൊന്ന് കയറി. അപ്പൊ തേനിന് ഭയങ്കര ഡിമാൻഡ്. കുറച്ച് രതീഷും കൊണ്ടുപോയെന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രുചിയുണ്ട് ഈ തേനെന്ന് പറയണം. ആ സമയം ബൈജു പറഞ്ഞു, പിന്നെ ഇനിയിപ്പോൾ തേങ്ങ വാങ്ങണമെങ്കിൽ നമ്മൾ കാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഈ പറയുന്ന വേലു മാസത്തിൽ ഒന്ന് മാത്രം തേനുമായിട്ട് പുറത്തേക്ക് വരുള്ളൂ. കിരൺ പറഞ്ഞു, അത് മാത്രമല്ല ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ വേലു താമസിക്കുന്നത് എവിടെയാണെന്നറിയോ? ഞാൻ ആ ഗംഗാപ്രസാദിനെ കൊക്കയിലേക്ക് എറിഞ്ഞില്ലേ, ആ പ്രദേശത്ത് അവിടെയാണ് അവന്റെ വീടെന്ന് പറയണം. അവിടെയോ? ആ പിന്നെ ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇവനെങ്ങാനും അവിടെ ഉണ്ടോ, ഇവനെക്കുറിച്ച് വല്ല അറിവുണ്ടോ, ഇങ്ങനെ ഒരുത്തൻ അവിടെ വന്ന് കയറിയിട്ടുണ്ടോന്ന്. പക്ഷെ ഇല്ലാന്നാ പറഞ്ഞേ. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അതെ അളിയാ. അങ്ങനെ ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോ അവന്റെ മുഖത്തൊരു പതർച്ച ശ്രദ്ധിച്ചായിരുന്നു എന്ന് ചോദിക്കുക. ഞാനും അത് ശ്രദ്ധിച്ചു. കുറച്ച് സമയം അവൻ ആലോചിച്ചായിരുന്നു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനുണ്ടോ അവിടെ? അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അങ്ങനെ ഞാൻ വഴിയില്ല. ബൈജു പറഞ്ഞു, ചിലപ്പോ ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. ഈ കാട്ടുനിവാസികളൊക്കെ പാവങ്ങളാ, അവരേക്ക് ഓരോന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് എളുപ്പമാ. ഒരു കാര്യം ചെയ്യാളിയാ, നമുക്ക് ഒരു ദിവസം ഒന്നുകൂടെ പോയി നോക്കാന്ന് പറയണം. കല്യാണി പറഞ്ഞു, ഇനി പോകുന്ന സമയത്ത് ഞാനും കിരണായിട്ടും കൂടെ പോയിക്കോളാം. ഞങ്ങൾ രണ്ടും പോയി സെർച്ച് ചെയ്തോളാന്ന് പറയണം. കിരൺ പറഞ്ഞു, എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. ഇനിയിപ്പോ അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ? അതെ, നമുക്ക് ആ വേലുവിന്റെ വീട്ടിലൊന്ന് പോകണം. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അപ്പോഴേക്കും ജാനകി ചേച്ചി പറഞ്ഞു, അവൻ എന്താണെങ്കിലും മരിച്ചു കഴിഞ്ഞ് തന്നെ എല്ലാവരുടെയും വിശ്വാസം. കാരണം മരിച്ചെന്ന് ഓർത്തോണ്ട് എല്ലാവരും ഇപ്പം നല്ല സമാധാനത്തോടെ ജീവിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കിരണ് വല്ലാത്തൊരു ടെൻഷനായി. ഇനിയിപ്പോൾ അവൻ ജീവനോട് ഉണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.